ഹായ് ഫ്രണ്ട്സ്, ട്രാമ്പ് ആൻഡ് ഡേയ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലൊക്കെ ഇപ്പോൾ മാങ്ങയുടെ സീസണല്ല, അടിപൊളി മാങ്ങയൊക്കെ കിട്ടുമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ നാടൻ മാങ്ങ, അതായത് മൂവാണ്ടൻ മാങ്ങയൊക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള മാങ്ങ വെച്ചിട്ട് അടിപൊളി ഒരു കടുമാങ്ങ അച്ചാറാണെന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു കിലോ മാങ്ങയുണ്ട്. അത് 4 വലിയ മാങ്ങയാണ് എടുത്തേക്കണേ. നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് തിരുമ്മി വെക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഏറെ ഉപ്പ് ആഡ് ചെയ്യേണ്ട വരും കേട്ടോ. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പൊക്കെ പതുക്കെ ഈ മാങ്ങയിലോട്ട് കയറും. ഒരു മണിക്കൂർ നമുക്കിതിങ്ങനെ വെക്കാം. നമുക്കിപ്പോൾ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ജിഞ്ചലി ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ കടുക് ചതച്ചതാണത്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡർ ആഡ് ചെയ്യുക. ഒരു 3/4 ടേബിൾ സ്പൂൺ നമ്മുടെ കായം ആഡ് ചെയ്ത് കൊടുക്കുക. കായപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ആ ചട്ടിയുടെ ചൂടിൽ കിടന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത മസാല എല്ലാം നന്നായിട്ട് മൂത്ത മണം വന്നിട്ടുണ്ട്. ഇനി ഈ സ്റ്റേജിൽ നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ കടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കറികളൊന്നും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അസുഖമൊക്കെ വരുമ്പോൾ ഒരു കഞ്ഞിയുടെ കൂടെ കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു അച്ചാറാണിത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കണം. കമൻറ്റ് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.